നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിലൊക്കെ പറയണം, കർത്താവേ നിന്റെ കൈയൊന്ന് എൻ്റെ കൂടെ ഇരിക്കണമേ, നീ എന്നോട് കൂടെ. ഇടയ്ക്കൊന്ന് തപ്പി നോക്കണം കൈ കൂടെ ഉണ്ടോന്ന്. ആമേൻ. ചില കുഞ്ഞുങ്ങൾ കാണിയാലേ രാത്രി ഇങ്ങനെ തപ്പി നോക്കും, എന്താന്ന് വെച്ചാൽ അമ്മ കൂടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ ദൈവമക്കളെ നിങ്ങളൊന്ന് തപ്പി നോക്കണം, ദൈവകരം എൻ്റെ കൂടെ ഉണ്ടോ, ദൈവകരം എൻ്റെ കൂടെയുണ്ടോ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ്റെ കരം എൻ്റെ കൂടെയുണ്ടോ. പലയിടത്തും ദൈവത്തിൻ്റെ കരം പലർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ കരം നിന്റെ കൂടെയുണ്ടോ. അവൻ പറഞ്ഞു നിന്റെ കരം എൻ്റെ കൂടെ ഇരിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കൂടെ ഇരുന്നാൽ കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനം ഉണ്ടായിട്ട് എവിടുന്ന് ഇറങ്ങുള്ളൂ, നാളേക്കൊന്നും വെക്കുകയല്ല. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ വിഷയങ്ങൾക്ക് മറുപടി വരും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ലോകത്തിലെ ഒരു മനുഷ്യനോടാ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ്റെ അധികാരം അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. രാജാവിനോട് പ്രാർത്ഥിച്ചാൽ അങ്ങേർക്കും പരിധിയുണ്ട്, മന്ത്രിമാർക്ക് പരിധിയുണ്ട്, പ്രധാനമന്ത്രിക്ക് പരിധിയുണ്ട്, പ്രസിഡന്റിന് പരിധിയുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിന് പരിധിയില്ല, എൻ്റെ ദൈവത്തിന് ലിമിറ്റില്ല, എൻ്റെ ദൈവത്തിന് കഴിയാത്തതില്ല. അവനാൽ കഴിയാത്തവല്ല കാര്യമുണ്ടോ?